നാലാണ്ട് അടുത്താവുന്നു. പക്ഷേ 4 നാൾ മുമ്പെന്നോണം മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽപ്പുണ്ട് ലുസൈൽ സ്റ്റേഡിയത്തിലെ ആ സമ്മോഹന രാത്രി. ഫുട്ബോൾ മിശിഹ ലിയോണൽ മെസ്സി പരിപൂർണനായ ആൽബി സെലസ്റ്റകളുടെ 36 വർഷം നീണ്ട കാത്തിരിപ്പ് അവസാനിച്ച ഖത്തറിലെ ലോകകപ്പ് നേട്ടം. മെസ്സിക്ക് ഇനി തെളിയിക്കാൻ ഒന്നുമില്ല. അയാൾ തുകൽപന്തിനെ പുൽകിയ ആ നാൾ മുതൽ മോഹിച്ച ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കഴിഞ്ഞു. ആരാധകർക്കും ഇനി കാത്തിരിക്കാനായി ഒന്നുമില്ല. ജീവിതത്തിൽ ഏറ്റവും മോഹിച്ച അർജന്റീനയുടെ കിരീടധാരണം കണ്ട് കണ്ണും മനസ്സുമെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന ഫുട്ബോളിന്റെ 125 വർഷം നീണ്ട ചരിത്രത്തിൽ ടീമും ആരാധകരും ഇത്രമേൽ ആശ്വാസത്തോടെ ആശങ്കകളില്ലാതെ കാണുന്ന ലോകകപ്പ് ഇത് തന്നെയെന്ന് നിസ്സംശയം പറയാം. ഇനി എന്തെങ്കിലുമുണ്ടോ ടീമിനും ആരാധകർക്കും ഈ ലോകകപ്പ് നേടണമെന്ന് പറയാൻ? ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇതായിരിക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ തുടരെ 2 തവണ കിരീടം നേടിയിട്ടുള്ളത് ബ്രസീലും ഇറ്റലിയും മാത്രമേ ഉള്ളൂ. ആ എലൈറ്റ് ലിസ്റ്റിൽ മെസ്സിപ്പടയുടെ പേര് കൂടി എഴുതി ചേർത്താൽ അതൊരു അലങ്കാരമല്ലേ? പിന്നെ ഇനിയൊരു ലോകകപ്പിന് മെസ്സിക്ക് ബാല്യമില്ല. ദിവസങ്ങൾക്കപ്പുറം 39-ാം വയസ്സിലേക്ക് എത്തുന്ന മെസ്സിയുടെ അവസാന ലോകകപ്പ് ആയിരിക്കും ഇത്. അല്ലെങ്കിൽ അർജന്റീന കുപ്പായത്തിലെ അവസാന മത്സരങ്ങളിലൊന്ന്. കയ്യിൽ വീണ്ടും ആ ട്രോഫിയുമായി അയാൾ മടങ്ങിയാൽ അതല്ലേ ഏറ്റവും മനോഹരമായ കാഴ്ച? അതിനുവേണ്ടി അയാളുടെ അനുചരന്മാർ അംഗത്തിനിറങ്ങുകയാണ്. ഖത്തറിൽ കിരീടം ചൂടിയ ടീമിലെ 17 പേർ ഇത്തവണയുമുണ്ട് അർജന്റീൻ നിരയിൽ. പരിചയസമ്പത്തും യുവാവേശവും ഒരുപോലെ ഒത്തുചേർന്ന ഒരു ഒന്നൊന്നര സ്ക്വാഡ്. കഴിഞ്ഞ തവണ കന്നിക്കാരായി വന്ന പലരും ഇപ്പോൾ യൂറോപ്യൻ മൈതാനങ്ങളിൽ പയറ്റിത്തെളിഞ്ഞ് കാര്യക്കാരായിട്ടുണ്ട്. ടീമിലെ ഏറ്റവും പ്രധാനി അയാൾ തന്നെ. 6ാം ലോകകപ്പ് കളിക്കാനെത്തുന്ന നായകൻ ലിയോണൽ മെസ്സി. 26 മത്സരങ്ങളിൽ നിന്നായി 13 ഗോളുണ്ട് കാൽപന്തിന്റെ വിശ്വവേദിയിൽ മെസ്സിക്ക്. 4 എണ്ണം കൂടി നേടിയാൽ ജർമ്മനിയുടെ മിറാസ്ലോവ് ക്ലോസിയെ മറികടന്ന് അവിടെയും ഒന്നാമനാകാം അയാൾക്ക്. മെസ്സിക്കൊപ്പം അറ്റാക്കിംഗ് നിരയിലെ ആയുധങ്ങൾ ഇവരാണ്: ഹൂലിയൻ അൽവാരസ്, ലൗട്ടോറോ മാർട്ടിനസ്. ഇരട്ടക്കുഴൽ തോക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന അർജന്റീനയുടെ സെന്റർ ഫോർവേഡുകൾ. ഇവർക്കൊരു പകരക്കാരനാണ് ഹോസെ മാനുവൽ ലോപ്പസ്. വിങ്ങുകളിൽ കുതിച്ചുപായാൻ നിക്കോ ഗോൺസാലസും ജൂലിയാനോ സിമിയോണിയും. പിന്നെ വലതുപാർശ്വത്തെ വിശ്വസ്തൻ തിയാഗോ അൽമാഡയും. ലിയോണൽ മെസ്സിയുടെ പിൻഗാമി എന്ന ഇതിനോടകം വാഴ്ത്തപ്പെടുന്ന 21-കാരൻ നിക്കോ പാസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മെക്കാലിസ്റ്റർ, റോഡ്രിഗോ ഡിപോൾ, ലിയാൻഡ്രോ പാരഡീസ്, ജിയോവാനി ലോ സെൽസോ, എസക്കിയോൽ പലാസിയോസ്, വാലന്റീൻ ബാർക്കോ എന്നിവർ ചേരുമ്പോൾ മധ്യനിര സുശക്തം. ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ഒട്ടാമെൻഡി, ഗോൺസാലോ മൊണ്ടയേൽ, നെഹുവേൽ മൊലീന, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഫക്കുണ്ടോ മെഡീന. അർജന്റീനയുടെ പ്രതിരോധ കോട്ടയിലെ കാവൽ ഭടന്മാർ. ഇവരെ താണ്ടിപ്പോവുക ഏതൊരു മുന്നേറ്റ നിരക്കും പ്രയാസകരം തന്നെ. ഗോൾ വലകാക്കാൻ അയാളുണ്ട്: എമിലിയാനോ മാർട്ടിനസ്. അർജന്റീനയുടെ ലോകകപ്പ് നേട്ടത്തിൽ മെസ്സിക്കൊപ്പമോ ചിലപ്പോൾ അതിനേക്കാൾ ഏറെയോ ആരാധകർ കടപ്പെട്ടിരിക്കുന്ന എമിലിയാനോ മാർട്ടിനസ്. കൂട്ടിന് റുള്ളിയും യുവാൻ മൂസോയുമാണ്. ഇക്കഴിഞ്ഞ സീസണിൽ യൂറോപ്യൻ ലീഗിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ബോൺമൗത്തിന്റെ പ്രതിരോധ താരം മാർക്കോ സെനേസിയെയും ആസ്റ്റൺ വില്ലയുടെ മധ്യനിരയുടെ എഞ്ചിൻ എമിലിയാനോ ബുവൈൻഡിയെയും ഒഴിവാക്കിയതിൽ ഞെട്ടലിലാണ് പല ആരാധകരും. എങ്കിലും 4 കിരീടങ്ങൾ നേടിത്തന്ന അർജന്റീനയുടെ തീരാമുറിവുകൾ ഉണക്കിയ ലിയോണൽ സ്കലോണിയെയും അയാളുടെ തീരുമാനങ്ങളെയും ഉറച്ചു വിശ്വസിക്കുന്നു ആരാധകർ. ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പരിക്കാണ് ടീമിന്റെ പ്രധാന പ്രശ്നം. നായകൻ ലിയോണൽ മെസ്സി അടക്കം 9 താരങ്ങൾ പരിക്കിന്റെ പിടിയിലാണ്. ടീമിന്റെ പ്രകടനത്തെ പരുക്ക് ബാധിക്കുമോ എന്ന കനത്ത ആശങ്ക എല്ലാവർക്കുമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് ഒന്നാമന്മാരായാണ് അർജന്റീന ലോകകപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചത്. 18 മത്സരങ്ങളിൽ 12ലും ജയിച്ചു. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇക്വഡോറിനേക്കാൾ 9 പോയിന്റിന്റെ ലീഡ് ഉണ്ടായിരുന്നു വൻകരയുടെ ചാമ്പ്യന്മാർക്ക്. കഴിഞ്ഞ 4 കൊല്ലത്തിനിടെ 4 കിരീടങ്ങളാണ് ബ്യൂണസ് അയേഴ്സിലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ആസ്ഥാനത്തെത്തിയത്. 2 കോപ്പായും 1 ലോകകപ്പും പിന്നെ ഒരു ഫിനാലിസിമയും. ഇതൊക്കെ കൊണ്ട് തന്നെ ഇത്തവണയും ലോകകപ്പിലെ കിരീട സാധ്യതകളിൽ മുന്നിലുണ്ട് ആൽബി സെലസ്റ്റകൾ. ജൂലൈ 19-ന് ലുസൈലിനെ പോലൊരു രാത്രി അർജന്റീനയ്ക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലും ആഘോഷിക്കാനാവുമോ? കാത്തിരിക്കാം.